വെനസ്വേലയിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.5, 7.2 തീവ്രത രേഖപ്പെടുത്തിയ തുടർച്ചയായ 2 ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇപ്പോൾ ലോകത്തെ തന്നെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കുന്ന നടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വെനസ്വേലയുടെ തലസ്ഥാനമായിട്ടുള്ള കാരക്കാസ് നഗരത്തിൽ നിന്ന് ഒരു 168 കിലോമീറ്റർ മാറി കരീബിയൻ തീരത്താണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം. തുടർച്ചയായി ഒരൊറ്റ മിനിറ്റിനുള്ളിൽ 2 ഭൂകമ്പങ്ങളാണ് ഉണ്ടാകുന്നത്, അതും വലിയ തീവ്രതയിൽ. ആദ്യത്തെ ഭൂകമ്പം ഉണ്ടാകുന്നത് 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഏതാണ്ട് ഒരു 39 സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്ത ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ 7.5 തീവ്രത രേഖപ്പെടുത്തിയ വലിയ ഭൂചലനമായിരുന്നു. ആദ്യത്തെ, അതായത് 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അതൊരു 13 കിലോമീറ്റർ ദൂരത്തിൽ ആഞ്ഞടിച്ചു. അതുപോലെ തന്നെ ഈ രണ്ടാമത്തേതാണെങ്കിൽ അതൊരു 10 കിലോമീറ്റർ അതിന്റെ പ്രകമ്പനം ഉണ്ടായി. വലിയ തോതിലുള്ള നാശനഷ്ടമാണ്. പ്രാദേശിക സമയം ഇന്നലെ വെനസ്വേലയിലെ പ്രാദേശിക സമയം ഇന്നലെ വൈകിട്ട് 6:02 ഇത്തരത്തിൽ വലിയ 2 ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. ദേശീയ അവധി ആയതുകൊണ്ട് തന്നെ പലരും വീടിനകത്ത് തന്നെയായിരുന്നു. കെട്ടിടങ്ങളൊക്കെ അപ്പാടെ അങ്ങ് തകർന്നു വീഴുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നറിയുന്നില്ല. ആളുകളൊക്കെ അപ്പോൾ തന്നെ പുറത്തേക്ക് ഓടുന്നു. അങ്ങനെ തെരുവോരങ്ങൾ ആളുകളെ കൊണ്ട്, ഭയവിഹ്വലരായിട്ടുള്ള ആളുകളെ കൊണ്ട് തിങ്ങി നിറയുന്നു. ഇവർക്കിടയിലേക്ക് കെട്ടിടങ്ങൾ മറിഞ്ഞു വീഴുന്നു. ഇപ്പോഴും അതീവ ദുഷ്കരമായിട്ട് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏറ്റവും സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് US ജിയോളജിക്കൽ സർവേ പറയുന്നത് മരണസംഖ്യ ഒരുപക്ഷെ 10,000 കടന്നേക്കാം എന്നാണ്. 44% സാധ്യത അതിനുണ്ട് എന്നാണ് ഇപ്പോൾ US ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് വരുന്നത്. വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഇതിപ്പോൾ വരുന്ന, അതായത് അവിടെ ഇത് അനുഭവിച്ച ആളുകളുടെ പലരുടെയും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തന്നെ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ജഗ്ഗുകൾ പോലും ചിതറിത്തെറിച്ചു പോകുന്ന അവസ്ഥയിൽ വീടുകൾ അപ്പാടെ കുലുങ്ങുന്നു, കെട്ടിടങ്ങൾ തകരുന്നു. തകർന്ന കെട്ടിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ, അവരുടെ പരിക്കൊക്കെ ഗുരുതരമാണ്. പക്ഷെ ഔദ്യോഗികമായിട്ട് മരണസംഖ്യ, ആളപായം അതെത്രയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന വിവരപ്രകാരം, അതുപോലെ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പ്രകാരം വലിയ തോതിലുള്ള ആളപായത്തിനുള്ള സാധ്യത. ഇവിടെ 1,00,000 ആളുകളിൽ കൂടുതൽ, എത്രയെന്നൊരു കണക്കില്ല. അത് ഇപ്പോൾ നമുക്ക് കണക്ക് കറക്റ്റായിട്ട് കിട്ടത്തുമില്ല. കാരണം അത് ഇതിൻ്റെ എല്ലാ കണക്കെടുപ്പും കഴിയുമ്പോഴാണ് എത്ര ആളുകൾ ഈ ഭൂകമ്പത്തിൽ പെട്ടിട്ടുണ്ട്, അവർ മരണപ്പെട്ടിട്ടുണ്ട് എന്നറിയാൻ പറ്റുള്ളൂ. അതിപ്പോൾ 1,00,000 ആവാം, 1.5 ലക്ഷം ആവാം. നമ്മൾ മനുഷ്യൻ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എത്ര ഒരു സന്തോഷകരമായ രീതിയിൽ ഇവർ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളുമായും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജനങ്ങൾ പെട്ടെന്ന് ഭൂമിയുടെ ഒരു വശം ഇതുപോലെ ഭൂകമ്പത്തിൽപ്പെടുകയാണ്. ഭൂകമ്പത്തിൽപ്പെടുമ്പോൾ അവിടെയുള്ള വലിയ ഇപ്പോൾ 7.5% തീവ്രതയാണത്. 2 പ്രാവശ്യമായിട്ടാണ് ഈ ഭൂകമ്പം ഉണ്ടായത്. അപ്പോൾ ആ ആളുകൾ ശരിക്കും ഭയന്ന് വിറച്ച് വീടുകളിൽ നിന്നൊക്കെ പുറത്തേക്ക് ഓടുകയാണ്. ആ ഓടുമ്പോൾ തന്നെ എത്രയോ ആളുകൾ ഇതിനകത്ത് പെടുന്നു. ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഭൂകമ്പം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഇത് മനുഷ്യൻ എത്രത്തോളം ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാമെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവാറുണ്ടോ? എത്ര പേർക്ക് ഉണ്ടാവാറുണ്ട്? ഉണ്ടാവുന്ന ആളുകളുണ്ടാവാം, എന്നാലും വളരെ തുച്ഛമായിരിക്കും അങ്ങനെയുള്ള ആളുകൾ. നമ്മൾ പല പല പദ്ധതികളുമായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരാൾക്ക് അങ്ങനെ ദുരന്തം ഉണ്ടാവാം, പെട്ടെന്ന് അസുഖം വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷേ ഒരു പറ്റും ആളുകൾക്ക് ഒരു യുദ്ധമാണെങ്കിൽ തന്നെ നമുക്ക് പ്രതീക്ഷയുണ്ട്. യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ ബോംബ് ഉണ്ടാവാം, അല്ലെങ്കിൽ മിസൈൽ വരാമെന്നൊക്കെ. ഇത് ഒരൊറ്റ പ്രതീക്ഷ പോലും ഇല്ലല്ലോ. അതാണ് ഭൂകമ്പത്തിൻ്റെ ഒരു പ്രത്യേകത. മറ്റുള്ള പ്രകൃതിയുടെ പ്രതിഭാസം എന്നൊക്കെ പറയുമ്പോൾ പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കാറ്റ്, നേരത്തെ അറിയിപ്പുണ്ടാവും, കാലാവസ്ഥാ നിരീക്ഷകരുടെ ഒരു അറിയിപ്പുണ്ടാവും. ഭൂകമ്പത്തിന് മാത്രം ഇങ്ങനെ ഇത്ര സമയത്തുള്ളൊരു ഭൂകമ്പം ഉണ്ടാവുമെന്ന് ഒരിക്കലും ഒരു ഇൻഫർമേഷൻ നേരത്തെ കൊടുക്കാൻ ഇതുവരെയും നമ്മുടെ സംവിധാനങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഇതുവരെ അത് കണ്ടുപിടിച്ചിട്ടില്ല. അതാണ് ഭൂകമ്പത്തിൻ്റെ